നമസ്കാരം. പ്രേക്ഷകരുമായി വളരെ അടുപ്പമുള്ള കഥാപാത്രങ്ങൾ ചെയ്താണ് നടി നവ്യ നായർ ആരാധകരെ സ്വന്തമാക്കുന്നത്. കൂടുതലും അമ്മമാരാണ് നടിയെ ആരാധിക്കുന്നതും അതിന് കാരണമായത് നന്ദനം സിനിമയിലെ ബാലാമണി എന്ന കഥാപാത്രമാണ്. ഇപ്പോഴും ബാലാമണിയായി തന്നെയാണ് നവ്യയെ എല്ലാവരും വിശേഷിപ്പിക്കുന്നത്. സ്വന്തം വീട്ടിൽ എന്ന കുട്ടി ഇമേജും നടിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ നവ്യയെക്കുറിച്ചുള്ള ചെറിയ കാര്യങ്ങൾ പോലും വലിയ രീതിയിലാണ് ചർച്ചയാവുന്നത്. ഇൻസ്റ്റാഗ്രാമിലൂടെയും യൂട്യൂബിലുമൊക്കെ തന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചെത്താറുള്ള നവ്യ പുതിയ വീഡിയോയുമായി വന്നിരിക്കുകയാണ്. ഇത്തവണ വീട്ടിൽ നിന്നും വിഷു ആഘോഷിച്ചതിന്റെ വിശേഷങ്ങളായാണ് നടി പങ്കുവച്ചത്. എന്നാൽ ഇതിന് താഴെ നവ്യയുടെ ഭർത്താവ് സന്തോഷ് മേനോനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ഉയരുകയാണ്. 2025 വിഷു എന്ന തലക്കെട്ടോടുകൂടിയാണ് എൻ്റെ പുതിയ വീഡിയോ പങ്കുവച്ച് നവ്യ എത്തിയത്. നടിയുടെ അനിയനും മകനും കണി കാണുന്നതും അമ്മയും നവ്യയും ചേർന്ന് പാചകം ചെയ്യുന്നതും വീട്ടിലെ എല്ലാവരും പരസ്പരം കൈനീട്ടം കൊടുക്കുന്നതുമൊക്കെയാണ് വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അച്ഛനും അമ്മയും അനിയനും പിന്നെ അടുത്ത ബന്ധുക്കളും മാത്രമാണ് നടിയുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയത്. പടക്കം പൊട്ടിച്ചും സദ്യയുണ്ടും വളരെ ഗംഭീരമായി തന്നെ വിഷുദിനം ആഘോഷിച്ചു. ഇതിന് താഴെ താരകുടുംബത്തിന് വിഷു ആശംസകളുമായി ആരാധകരുമെത്തി. എന്നാൽ ഭൂരിഭാഗം പേർക്കും നവ്യയുടെ ഭർത്താവ് എവിടെ പോയി എന്നാണ് അറിയേണ്ടത്. ചേച്ചി, ഹസ്ബൻഡ് എവിടെ എന്നാണ് ഒരു ആരാധിക ചോദിച്ചത്. ഇതിനോടനുബന്ധിച്ച് സന്തോഷേട്ടനെ കാണാനില്ലല്ലോ എന്ന് പറ്റിയുള്ള ചോദ്യങ്ങൾ, എന്ത് പറ്റിയെന്നടക്കമുള്ള ചോദ്യങ്ങളാണ് ആരാധകർ കമന്റിന് താഴെ ചോദിച്ചു തുടങ്ങിയത്. കഴിഞ്ഞ കുറെ കാലമായി നവ്യ നായരും ഭർത്താവ് സന്തോഷ് മേനോനും ഒരുമിച്ചല്ല, വേർപിരിഞ്ഞു എന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്നുണ്ട്. കാരണം നവ്യ പോസ്റ്റ് ചെയ്യുന്ന പല വീഡിയോകളിലും പല ഫോട്ടോകളിലും നവ്യയുടെ മകനുണ്ടാകും, അച്ഛൻ അമ്മയുണ്ടാകും, പക്ഷേ നവ്യയുടെ ഹസ്ബൻഡ് ഉണ്ടാകാറില്ല. വീട്ടിലെ ആഘോഷങ്ങളിലൊന്നും നവ്യയ്ക്കൊപ്പം ഭർത്താവിനെ കാണാതെ വന്നതോടെയാണ് ഇത്തരത്തിലുള്ള ഊഹാപോഹങ്ങൾ പ്രചരിച്ചു തുടങ്ങിയത്. മാത്രമല്ല, മുംബൈയിൽ നിന്നും നാട്ടിലെത്തി സ്വന്തം വീട്ടിൽ നിന്നുള്ള ആഘോഷത്തിൽ സന്തോഷ് പങ്കെടുക്കാറുമുണ്ട്. ഇതെല്ലാം ചേർത്താണ് നടിയും ഭർത്താവും തമ്മിൽ പിണങ്ങിയോ എന്ന ചോദ്യം ഉയരുന്നത്. 2001 സിനിമയിലെത്തിയ നവ്യ നായർ 10 വർഷം കൊണ്ട് മലയാളത്തിലെ സൂപ്പർ നായിക നിരയിലേക്കാണ് വളർന്നത്. നിരവധി ഹിറ്റ് സിനിമകളുടെ ഭാഗമായെങ്കിലും നന്ദനത്തിലെ ബാലാമണി എന്ന കഥാപാത്രമാണ് നവ്യയ്ക്ക് ജനപ്രീതി നേടിക്കൊടുക്കുന്നത്. ഇന്നും നവ്യയെ ആ കഥാപാത്രത്തിലൂടെയാണ് ആരാധകർ കാണുന്നത്. മലയാളത്തിന് പുറമെ മറ്റു ഭാഷകളിലും നവ്യ നായികയായി അഭിനയിച്ചിരുന്നു. അങ്ങനെ സജീവമായിരിക്കുന്നതിനിടയിലാണ് വിവാഹം ഉണ്ടാകുന്നത്. മുംബൈയിൽ ബിസിനസ്സുകാരനായി ജോലി ചെയ്തിരുന്ന സന്തോഷ് മേനോനായിരുന്നു നടിയുടെ ഭർത്താവ്. 2010 വിവാഹിതയായ ശേഷം നവ്യ ഭർത്താവിനൊപ്പം മുംബൈയിലേക്ക് താമസം മാറി. അതിനുശേഷം ഒരു മകന് ജന്മം കൊടുത്തതോടുകൂടി പൂർണ്ണമായിട്ട് സിനിമയിൽ നിന്നും മാറി നിൽക്കാമെന്ന് തീരുമാനിച്ചു. അങ്ങനെ വർഷങ്ങളോളം കരിയറിൽ ബ്രേക്ക് എടുത്തെങ്കിലും ഇടയ്ക്ക് 1-2 സിനിമകളിലായി നവ്യ അഭിനയിക്കുകയും ചെയ്തു. സിനിമയ്ക്കും കരിയറിനും പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങിയതോടെയാണ് നവ്യ കേരളത്തിലേക്ക് തിരിച്ചു വരുന്നത്. ഇപ്പോൾ മാതാപിതാക്കൾക്കൊപ്പം സഹോദരനുമൊപ്പമാണ് നവ്യ താമസിക്കുന്നത്. ഏറെക്കാലമായി നവ്യയുടെ ആഘോഷങ്ങളിൽ നിന്നൊക്കെ ഭർത്താവ് മാറി നിൽക്കുകയാണ്. ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ നടിയും ഭർത്താവും നവ്യയുടെ വീട്ടുകാരും ഇനിയും തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക് റീലോഡ്.